നിക്ഷേപ തട്ടിപ്പിൽ ഫാംഫെഡ് ചെയർമാനും MD-ക്കുമെതിരെ ഒരു കേസ് കൂടി പോലീസ് രജിസ്റ്റർ ചെയ്തു. സൊസൈറ്റിയിൽ നിക്ഷേപിച്ച 4 ലക്ഷം രൂപ തിരികെ നൽകാതെ കബളിപ്പിച്ചെന്ന പരാതിയിലാണ് കേസ്. ഇതോടെ പോലീസ് രജിസ്റ്റർ ചെയ്ത കേസുകളുടെ എണ്ണം 5 ആയി. ഉയർന്ന പലിശ വാഗ്ദാനം ചെയ്ത് കോടികൾ തട്ടിയ കേസിൽ ഫാംഫെഡ് മേധാവികൾക്കെതിരെ ഇതോടെ തിരുവനന്തപുരത്ത് രജിസ്റ്റർ ചെയ്ത കേസുകളുടെ എണ്ണം 5 ആയി. 4 ലക്ഷം രൂപ തട്ടിയെടുത്തെന്ന തിരുവനന്തപുരം സ്വദേശിയുടെ പരാതിയിലാണ് അവസാനം കേസെടുത്തത്. മേധാവികളായ രാജേഷ് പിള്ള, അഖിൽ ഫ്രാൻസിസ്, മറ്റുള്ള ഡയറക്ടർമാർ എന്നിവർക്കെതിരെയാണ് കേസ്. ഇതുവരെ ലഭിച്ച പരാതികൾ പ്രകാരം 50 ലക്ഷം രൂപ വരെ തിരുവനന്തപുരത്ത് നിന്ന് മാത്രം തട്ടിയെടുത്തിട്ടുണ്ടെന്നാണ് കണക്കുകൾ. കോഴിക്കോട്ടെ സദേൺ ഗ്രീൻ ഫാമിംഗ് ആൻഡ് മാർക്കറ്റിംഗ് മൾട്ടി സ്റ്റേറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റി എന്ന ഫാംഫെഡ് 1 ലക്ഷം രൂപയ്ക്ക് മാസം 12.5% പലിശ വാഗ്ദാനം ചെയ്ത് പണം തട്ടിയെന്നാണ് ആദ്യം പുറത്തുവന്ന കേസ്. ഫാംഫെഡിന് കേരളത്തിലും തമിഴ്നാട്ടിലുമായി 16 ശാഖകളുണ്ട്. എന്നാൽ കുറെ നാളുകളായി നിക്ഷേപം നടത്തിയവർക്ക് ലാഭവിഹിതമോ പണമോ തിരികെ ലഭിച്ചിരുന്നില്ല. ശാസ്തമംഗലം ബ്രാഞ്ചിൽ നിക്ഷേപിച്ച തുക കാലാവധി കഴിഞ്ഞിട്ടും തിരിച്ചു കിട്ടാത്തതിനെ തുടർന്ന് കവടിയ സ്വദേശി എമിൽഡയാണ് പോലീസിനെ ആദ്യം സമീപിച്ചത്. പിന്നാലെയാണ് കോടികളുടെ തട്ടിപ്പ് പുറത്തുവന്നത്. റിപ്പോർട്ടർ, തിരുവനന്തപുരം.